ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ കിളി പോയി നിൽക്കുകയാണ് നമ്മുടെ വൈജ. അപ്പം തിരികെ ചെന്നിട്ട് മര്യാദയ്ക്കൊക്കെ ജീവിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക അലീന. പുള്ളിക്കാരുടെ കണ്ണ് ഇതുവരെ ചിമ്മിയിട്ടില്ല, ഇങ്ങനെ തുറച്ചു നോക്കി തന്നെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അനങ്ങാൻ പോലും പറ്റുന്നില്ല വൈജയ്ക്ക്. അലീന പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മേഡം എങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചാലും ശരി, എനിക്കെൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എന്ന കാര്യം വൈജയോട് അലീന പറയാം കേട്ടോ. വൈജ ഒന്നും മിണ്ടുന്നില്ലേ, ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ അത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കാം. ആ മക്കള് എനിക്ക് എൻ്റെ കൂടപ്പിറപ്പുകൾ തന്നെയായിരുന്നു എന്ന് അലീന വൈജയോട് പറഞ്ഞു. അതുപോലെ തന്നെ മേഡം എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്തായിരുന്നു എന്നും ഞാൻ അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അലീന വൈജയോട് പറയാം. അങ്ങനെ അത് പറഞ്ഞ് അലീന കരഞ്ഞു ലാസ്റ്റ് വൈജയുടെ മുന്നിൽ. വൈജ ഇങ്ങനെ തന്നെ നിൽക്കുവാണ്, അനങ്ങുന്നില്ല. കൂടുതലൊന്നും എനിക്കിനി പറയാനില്ല എന്നും പറഞ്ഞ് നമ്മുടെ അലീന കണ്ണുനീരൊക്കെ തുടച്ച് പോട്ടെ എന്നും പറഞ്ഞ് യാത്ര പറഞ്ഞ് അലീന അവിടെ നിന്ന് ഇറങ്ങുവാണ്. പോയപ്പോൾ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി, മേഡം ഞാൻ പോവുക എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ നമ്മുടെ അലീന അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും വൈജ ഇങ്ങനെ പേടിയോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈജയുടെ അരികിൽ നിന്ന് നേരെ മുത്തശ്ശിയുടെ അരികിലേക്കാണ് അലീന പോയത്. അപ്പോൾ നീ വന്നു എന്ന് മനു എന്നോട് പറഞ്ഞായിരുന്നു, ഇങ്ങ് വാ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അലീനയെ വിളിക്കുക കേട്ടോ നമ്മുടെ മുത്തശ്ശി. അപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. മരുന്ന്, എണ്ണ, കുഴമ്പ്, അരിഷ്ടം, കഷായം എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം നീ തന്നതുപോലെ എല്ലാം ഓർത്ത് വെച്ച് കൃത്യമായിട്ട് തരാൻ ആരെ കൊണ്ട് പറ്റും മോളെ എന്ന് മുത്തശ്ശി ചോദിക്കാം. അങ്ങനെ തരണമെങ്കിൽ അതിനൊരു സ്നേഹം മനസ്സിൽ വേണ്ടേ മോളെ എന്ന് ചോദിച്ചു. ഇവിടെ ആർക്കും മുത്തശ്ശിയോട് സ്നേഹമില്ലെന്നാണോ? അപ്പം സ്നേഹമൊക്കെ ഉണ്ട്, എന്നാലും സ്നേഹിച്ച് മടുത്തവരാ എല്ലാവരും എന്ന് ഇങ്ങനെ പറയുമ്പം സ്നേഹത്തിന് അങ്ങനെ ഒരു മടുപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു അലീന. ഉണ്ട്, ഒരു ഉപകാരം ഇല്ലാത്തതിനെയൊക്കെ സ്നേഹിച്ചാൽ കുറേ കഴിയുമ്പോൾ അത് മടുത്തു പോകത്തില്ലേന്ന് ചോദിച്ചു. അപ്പം മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ചുമ്മാ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒന്നുമില്ലെന്നേ. നീ വൈജയെ കണ്ടായിരുന്നോ മോളേന്ന് ചോദിച്ചപ്പം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നീ യാത്ര പറയാൻ വന്നതാണെന്ന് മനു പറഞ്ഞു എന്ന കാര്യവും മുത്തശ്ശി അലീനയോട് പറയുമ്പോൾ അതേന്ന് പറഞ്ഞു കേട്ടോ. നീ വൈജയോട് യാത്ര പറഞ്ഞായിരുന്നോ? അപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അലീനയുടെ ഒച്ച ഒന്ന് ഇടറി. അപ്പോൾ അവൾ എന്താ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പോൾ അലീന ഒന്ന് ചെറുതായിട്ട് ചിരിച്ചു. എന്നാ പറഞ്ഞെന്നൊന്ന് പറയാൻ പറഞ്ഞു. പോയി നന്നായി വന്നു. ആര്? വൈജയോ? നീ എന്നോട് നുണ പറയാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് മുത്തശ്ശി പറയുമ്പം മുത്തശ്ശിയോട് വല്ലപ്പോഴും ഒരു ചെറിയ കള്ളമൊക്കെ പറയാന്നേ, അതിനൊന്നും കുഴപ്പമില്ല. അപ്പം അവള് നിന്നെ പ്രാഗി കാണും, മുടിഞ്ഞു പോകത്തേ ഉള്ളെന്ന് പറഞ്ഞു കാണുമായിരിക്കും അല്ലേ. അപ്പോൾ എന്നോടുള്ള ദേഷ്യമൊന്നും ഒട്ടും മാറിയിട്ടില്ല, അത്രയേ ഉള്ളൂ എന്ന് അലീന അന്നേരം പറയുമ്പോൾ നീ എങ്ങനെ സഹിക്കുന്ന എൻ്റെ കുഞ്ഞെ ഇത് എന്നാ മുത്തശ്ശി ചോദിക്കാം. ഞാൻ ഇതിലും വലുതൊക്കെ സഹിച്ചിട്ടുണ്ടല്ലോ, പിന്നെന്താ എന്ന് അലീന അന്നേരം ചോദിക്കാം. അവളൊന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ആ വീട്ടിൽ എത്ര സന്തോഷമായിട്ട് കഴിയേണ്ടവളാണ് നീ എന്ന് മുത്തശ്ശി അലീനയോട് ചോദിച്ച് കരയുമ്പോൾ അതിനൊക്കെ ഒരു യോഗം വേണ്ടേ മുത്തശ്ശി എന്ന് അലീന തിരിച്ചു ചോദിക്കാം. നിന്നെ പറഞ്ഞയച്ചിട്ട് അവൾക്ക് സമാധാനം കിട്ടുമോ? ഈശ്വരനില്ലേ എൻ്റെ കുഞ്ഞെ? അങ്ങനെയൊന്നും പറയണ്ട മുത്തശ്ശി, അങ്ങനൊന്നും പറയരുത്. എനിക്ക് ശരിക്കും സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാനൊരിക്കലും ഒരു വീട്ടിലും പോയി ജോലിക്ക് നിന്നിട്ടില്ല എന്നും ആദ്യമായിട്ട് ഈ വീട്ടിലാണ് വന്നതെന്ന് അലീന പറയാം. ഒരു കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്വഭാവ വ്യത്യാസങ്ങൾ എല്ലാം ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് അലീന പറയുകയും ചെയ്തു. പിന്നെ കടപ്പാട്ടൂരെ വീട്ടിൽ നിന്നും കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അലീന പറയാം. ഞാൻ നല്ല ഭക്ഷണം കഴിച്ചതും നല്ല ഡ്രസ്സ് ഇട്ടതും അതുപോലെ ഒരു വീട്ടിലെ ഡൈനിങ് ടേബിളിൽ എനിക്ക് സ്ഥാനം കിട്ടിയതും ആ വീട്ടിൽ വെച്ചാണെന്ന് അലീന ഇങ്ങനെ പറഞ്ഞ് കരയുന്നു മുത്തശ്ശിയോട്. അപ്പം മുത്തശ്ശിക്ക് അതൊക്കെ കേട്ടപ്പോൾ സഹിച്ചില്ല, മുത്തശ്ശിയിൽ നിന്ന് കരയാം. ആ വീട്ടിലുള്ള എല്ലാവരുടെയും സ്നേഹവും ബഹുമാനവും ഒക്കെ എനിക്ക് കിട്ടിയെന്ന് അലീന ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ മുത്തശ്ശിക്ക് കരച്ചിൽ താങ്ങാൻ പറ്റുന്നില്ല. മേഡം മാത്രമേ എന്നോട് വെറുപ്പ് കാണിച്ചുള്ളൂ എന്ന് അലീന പറയുന്നു. അപ്പം ബാക്കി 4 പേര് തന്ന സ്നേഹത്തിൽ അലിഞ്ഞു തീരാവുന്നതേ ഉള്ളൂ ആ ഒരു വെറുപ്പൊക്കെ എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ അതെല്ലാം കേട്ട് ഇങ്ങനെ മുത്തശ്ശി കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ആകപ്പാടെ നോക്കുമ്പം ഞാനൊന്ന് ഭാഗ്യവതി തന്നെയല്ലേ മുത്തശ്ശി എന്നിങ്ങനെ അലീന ചോദിക്കുക കേട്ടോ. എന്ന് പറഞ്ഞ നേരം മുത്തശ്ശി ഒന്ന് തലയാട്ടി. വേറൊന്നും പറയാൻ മുത്തശ്ശിക്ക് വാക്കുകളില്ല. പിന്നെ സൗദാമിനി മുത്തശ്ശിയെ കാണാൻ എനിക്ക് പറ്റിയില്ലേ? ആദ്യമൊക്കെ എന്നോട് വലിയ സ്നേഹമായിരുന്നില്ലേ? തീരെ നിവൃത്തിയില്ലാതെ വന്നപ്പോഴല്ലേ എന്നോട് ഒരു ഇത്തിരി ദേഷ്യമൊക്കെ തോന്നിയത് അല്ലേന്ന് അലീന ചോദിച്ചു. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ കുറ്റബോധം കൊണ്ട് തല കുനിച്ച് എങ്ങനെ ഇരിക്കുക. പിന്നെന്താ ഇപ്പം എന്നോട് സ്നേഹമല്ലേ എന്ന് ചോദിച്ചപ്പം
മുത്തശ്ശി ഇങ്ങനെ അലീനയുടെ കൈ ചേർത്ത് പിടിച്ച് നെറ്റിയിലേക്ക് വെച്ചിങ്ങനെ ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും നമ്മുടെ അലീനയ്ക്കും സങ്കടമൊക്കെ വന്നു കേട്ടോ. പക്ഷേ അലീനയാണെന്നുണ്ടെങ്കിൽ പിടിച്ചിരിക്കാം. അങ്ങനെ മുത്തശ്ശിയും കൊച്ചുമോളും കൂടെ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചു. അതിനുശേഷം ഇങ്ങനെ മുത്തശ്ശി എൻ്റെ പൊന്നു മോളേന്നും വിളിച്ച് ഭയങ്കര നീ എന്നോട് ക്ഷമിച്ചേക്കണേന്നും പറഞ്ഞുകൊണ്ടാണ് കരയണത്. അപ്പോൾ എനിക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ മുത്തശ്ശി എന്നോട് ക്ഷമ ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അലീന അന്നേരം പറഞ്ഞു. നമ്മൾ തമ്മിൽ നല്ല ഇഷ്ടത്തിലായിരുന്നില്ലേ എന്ന് അലീന ചോദിക്കുക. പിന്നെ ഞാനിപ്പോൾ വന്നത് യാത്ര ചോദിക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് മുത്തശ്ശിയുടെ അനുഗ്രഹം വേണമെന്നും അലീന പറയുക കേട്ടോ. അതുമാത്രം മതി, എനിക്ക് വേറെ ഒന്നും വേണ്ടാന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശി അലീനയുടെ തലയിൽ തൊട്ട് നന്നായി വരും എൻ്റെ കുഞ്ഞെന്നും പറഞ്ഞ് അനുഗ്രഹിക്കുക. അപ്പോൾ അത് അലീനയ്ക്ക് വലിയ സന്തോഷമായി. അപ്പോൾ സന്തോഷമായി എനിക്ക് ഇനിയും പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ പോവുക. അപ്പോൾ അങ്ങനെ അലീന പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പം ഇനി നമ്മൾ തമ്മിൽ കാണുമോടി മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ കാണുമല്ലോ മുത്തശ്ശി, പിന്നെ നമ്മളിത് ഫോണല്ലേ അടുത്തുള്ള ഇങ്ങനെ ഫോണിലൊക്കെ സംസാരിക്കുമെന്നൊക്കെ അലീന ഇങ്ങനെ മുത്തശ്ശിയോട് പറയാം. അങ്ങനെ കണ്ണുനീരൊക്കെ തുടച്ച് നമ്മുടെ അലീനയെ തലോടിയും സ്നേഹിച്ചുമൊക്കെ പറഞ്ഞിടും അലീന. ഈ സമയം ഡോറ് തുറന്ന് അലീന പുറത്തേക്ക് വന്നു. അപ്പോൾ ഗംഗാധരനും മനുവും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. അങ്ങനെ അവരവിടെ നിൽക്കുന്നു. അപ്പോൾ മനുവിൻ്റെ മുഖത്ത് ഭയങ്കര സങ്കടം. അലീന അങ്ങ് ഇറങ്ങിച്ചെന്നു. അമ്മയോട് യാത്ര പറഞ്ഞു എന്ന് ഗംഗാധരൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞു അലീന. മുത്തശ്ശിക്ക് വലിയ സങ്കടമായി. എന്താണെന്നറിയത്തില്ല, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും വലിയ സങ്കടമായിരുന്നു എന്ന് അലീന പറയാട്ടോ. അത് കേട്ടപ്പം അമ്മയ്ക്ക് സങ്കടം വരും. അമ്മയ്ക്ക് അറിയാലോ നിന്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോഴത്തേക്കും ശിവേട്ടനും അങ്ങ് വന്നു. വൈജയോട് സംസാരിച്ചില്ലേന്ന് ചോദിച്ചപ്പം ഞങ്ങൾ തമ്മിൽ കുറച്ചധികം സംസാരിച്ചു എന്ന് അലീന ഇവരോട് പറയുക. അത്രയൊന്നും വേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം അവളോട് നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പം ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. തിരിച്ച് കടപ്പാട്ടൂരോട്ട് ചെല്ലുമ്പോൾ സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭർത്താവും മക്കളും പറയുന്നത് കേൾക്കണമെന്ന്. അപ്പം അതുകൊണ്ട് എന്ത് കാര്യം, അതിൻ്റെ 4 ഇരട്ടി ഉപദേശം ഞങ്ങൾ കൊടുത്തതാണെന്നും പുല്ലുവിലയാണ് അവൾ തന്നതെന്നും ഗംഗാധരൻ അന്നേരം പറയാം. എനിക്കിനി ഒഴിഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ വേറൊന്നും ചെയ്യാനില്ല അങ്കിളെ എന്ന് അലീന പറയുക കേട്ടോ. എങ്ങോട്ടാണ് പോകുന്നതെന്ന് നീ തീരുമാനിച്ചോ എന്ന് ഗംഗാധരനും ശിവേട്ടനും ചോദിക്കുമ്പം എനിക്കറിയില്ല, കുളത്തൂർ പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പ്ലാന്ററുടെ വീട്ടിലേക്കാണെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് അലീന പറയുമ്പം അത് ഏത് പ്ലാന്ററാ, അയാളുടെ പേര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചു കേട്ടോ അന്നേരം നമ്മുടെ ശിവേട്ടൻ. അപ്പം അതൊന്നും ഞാൻ ചോദിച്ചില്ല അങ്കിളെ, ഇന്നലെ വരെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ലായിരുന്നു. എവിടെയാണെങ്കിലും അച്ഛൻ ഏറ്റവും നല്ലൊരു സ്ഥലത്തായിരിക്കും എന്നെ കൊണ്ടുവിടാൻ പോകുന്നത് എന്ന് അലീന പറയുക. എൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടേ അച്ഛൻ എന്നെ കൊണ്ടുവിടത്തുള്ളൂ, അതെനിക്ക് 100% ഉറപ്പാ അങ്കിളെ എന്ന് അലീന പറയുക കേട്ടോ. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. കുളത്തൂർ പുഴ, അവിടെ എന്താ ബാലേന്ദ്രൻ്റെ കണക്ഷൻ? ഒന്നും പറഞ്ഞില്ലല്ലേ എന്ന് ശിവേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പം ഇല്ല, എന്താ അങ്കിളെന്ന് ചോദിച്ചപ്പം വെറുതെ ചോദിച്ചെന്നേ ഉള്ളെന്ന് ശിവേട്ടൻ അന്നേരം പറഞ്ഞു. അറിയാത്തൊരു സ്ഥലത്തോട്ട് പോകാൻ നിനക്ക് മടിയൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ഗംഗാധരൻ ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് പോകുന്നതല്ലല്ലോ അങ്കിളെ, എല്ലാം നന്നായി വരാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോൾ മനുവിൻ്റെ മുഖം അല്ലാണ്ടായി. അല്ലെങ്കിലും തിരിച്ചു പോകാൻ തന്നെ വന്നവളല്ലേ ഞാനെന്ന് അലീന ചോദിക്കുന്നു. അത് കേട്ടപ്പം ഞങ്ങളോട് വിരോധമൊന്നും തോന്നരുത് കേട്ടോ, നിന്നെ തിരിച്ചറിയാതിരുന്ന സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വേണ്ട അങ്കിളെ, അതൊന്നും ഇനി പറയണ്ട എന്ന് അലീന അന്നേരം പറയാം. ഞാനിവിടെ തിരക്കി പിടിച്ച് വന്നതിന് ശേഷമല്ലേ അതെല്ലാം ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചതെന്ന് അലീന ഇങ്ങനെ ഇവരോട് ചോദിക്കുമ്പോൾ ഇവരിങ്ങനെ നിന്ന് തലയാട്ടുന്നു. 23 വർഷം മുൻപ് അതിനേക്കാളും ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ടല്ലോ എന്ന് അലീന ഇങ്ങനെ ഇവരോട് പറയുന്നു. അപ്പോൾ ഇവരുടെ ഉത്തരം മുട്ടി. ആർക്കൊന്നും പറയാനില്ല അലീനയോട്. ഒരു ചോര കുഞ്ഞിനെ എടുത്ത് ഓർഫണേജിന് കൈമാറിയ ആ ഒരു സംഭവം അതിനേക്കാളും വലുതായിട്ടൊന്നും നടന്നിട്ടില്ല എന്ന് അലീന ഇവരുടെ വായ അടപ്പിച്ചുകൊണ്ടുള്ള മറുപടി കൊടുക്കുകയാണ്. അതിനിന്നുവരെ ഒരു ഉത്തരം കിട്ടിയിട്ടും ഇല്ല എന്നും അലീന ഇങ്ങനെ നിറകണ്ണുകളോടെ ഇവരുടെ മുന്നിൽ നിന്ന് പറയുന്നു. ഇവർക്ക് അലീനയുടെ മുഖത്ത് നോക്കാൻ പോലുമുള്ള ഒരു യോഗ്യത ഇല്ലാത്ത രീതിയിൽ ഇവരിങ്ങനെ നിൽക്കുക. ഉത്തരം കിട്ടാത്തത് കൊണ്ടാണ് എനിക്ക് പോകേണ്ടി വരുന്നതെന്ന് അലീന പറയാം. പിന്നെ ഞാൻ പോയേക്കാം, അതല്ലേ നല്ലത്. അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോളാം എന്ന് പറഞ്ഞു. അപ്പം മനു നിന്നെ കൊണ്ടുവിടും, കാറിനെടുത്തോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ വേണ്ട അങ്കിളെ ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. നീ എതിർപ്പൊന്നും പറയണ്ട, കമലേ രഞ്ജു ഇവിടെ ഇല്ല, അവർ രാമപുരം വരെ പോയേക്കാം, ഇന്ന് തന്നെ വരും, അവരോട് ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അപ്പം ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ പോന്നു. മനു അന്നേരം അലീനെ യാത്രയാക്കാൻ കൊണ്ടുവിടാനായിട്ട് ഇറങ്ങുന്നു. ഈ സമയത്ത് വീണ്ടും അങ്കിൾമാരോട് 2 പേരോടും യാത്ര പറഞ്ഞ് അലീന ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്നു.
അപ്പം നീ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഉറപ്പ് ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്നെ വിളിക്കാം, എന്താവശ്യത്തിനും എന്നെ വിളിക്കാമെന്ന് ഗംഗാധരൻ പറയുന്നു. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് ഒരു ഉറപ്പൊക്കെ കൊടുത്ത് ഇങ്ങനെ ശിവേട്ടനും ഗംഗേട്ടനും കൂടി യാത്രയാക്കുന്നു. ഈ സമയത്ത് നമ്മുടെ മനു വണ്ടിയിൽ കയറിയിരുന്നു, അലീനയും വണ്ടിയിൽ കയറിയിരുന്നു. എന്നിട്ട് അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇങ്ങനെ വിടുവാണ്. അങ്ങനെ അലീന അവരെ നോക്കി അങ്ങനെ അങ്ങ് പോയി. ആ വീടൊക്കെ ഒന്ന് മനസ്സിലെന്നതാക്കി അലീന അങ്ങ് പോണു. മനു ഒരു അക്ഷരം പോലും അലീനയോട് മിണ്ടുന്നില്ല, അലീനയും മിണ്ടുന്നില്ല. ആ സമയം ഭയങ്കര ഗൗരവത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മനു. വന്നിട്ട് അലീനയുടെ നേരെ ഇങ്ങനെ നോക്കി. കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആൻറ്റി എന്നാ പറഞ്ഞു എന്ന് മനു അലീനയോട് ചോദിക്കുന്നു. അപ്പോൾ അലീന ഇങ്ങനെ മനുവിനെ ഒന്ന് നോക്കുവാണ്. മനുവേട്ടനെ ഊഹിക്കാവല്ലോ എന്ത് പറഞ്ഞു കാണുമെന്ന്. എനിക്കറിയാം ആൻറ്റിക്ക് നിന്നോടുള്ള പക എത്രത്തോളമാണെന്ന്. ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ ഒന്നുകൂടി ഒന്ന് കടുപ്പിച്ച് പറഞ്ഞു കാണുമായിരിക്കും അല്ലേ? നീ മുടിഞ്ഞു പോകുക എന്നുള്ളൊരു പ്രാക്കം തോന്നു കാണുമായിരിക്കും അല്ലേ? എന്നിങ്ങനെ മനു അലീനയോട് ചോദിക്കാം. ആ ഒരു അനുഗ്രഹം മേടിക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ മനു ഇങ്ങനെ അലീനയോട് ചോദിക്കുന്നു. ദേ ഇങ്ങനൊരു കൂടിക്കാഴ്ചയുടെ ആവശ്യമുണ്ടായിരുന്നോ അലീന? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം കിട്ടുമെന്നോ അല്ലെങ്കിൽ മേഡത്തിൻ്റെ ഭാഗത്തുനിന്ന് അലിവോടുകൂടി എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതിയിട്ടോ ഒന്നും അല്ലല്ലോ മനുവേട്ട ഞാൻ കാണാനായിട്ട് വന്നത്. ഇനി കാണുമോ എന്ന് പോലും അറിയത്തില്ലല്ലോ എന്ന കാര്യമൊക്കെ അലീന ഇങ്ങനെ പറയുകയും ചെയ്തു മനുവിനോട്. ദേഷ്യപ്പെട്ടോട്ടെ, വഴക്ക് പറയുക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്നാലും എനിക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം തന്ന ആളല്ലേ എന്ന് അലീന മനുവിനോട് ചോദിക്കുകയാണ്. പോകുന്നതിന് മുൻപ് ആ മുഖം ഒന്നുകൂടി ഒന്ന് കാണണമെന്ന് തോന്നി എന്ന കാര്യവും അലീന മനുവിനോട് പറഞ്ഞു. അപ്പം ഇതൊന്നും വേണ്ടിയില്ലായിരുന്നു എന്ന് നിനക്കിപ്പോൾ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം ഇല്ല മനുവേട്ട, അങ്ങനെയൊന്നും തോന്നുന്നില്ല. എന്നോട് പറഞ്ഞ ദുഷ്ടവർത്തമാനത്തിനും എൻ്റെ ശപിച്ചതിനും ഞാൻ മറുപടി പറഞ്ഞിട്ടാണ് പോകുന്നത് എന്ന് അലീന പറയുന്നു. ഇനി പോയാലും എന്നെ ഓർക്കും. അപ്പോൾ നീ എന്തേലും ആ സൂചന കൊടുത്തോ അലീന? നീ എന്നതാ പറഞ്ഞേന്ന് ചോദിച്ചപ്പം ഒരു സൂചന ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന കാര്യം അലീന പറയാം. എൻ്റെ അടുത്ത് പറഞ്ഞു 22 വർഷം കൂടെ ജീവിച്ച ആളിൻ്റെ കൂടെ ഇനി എങ്ങനെ ജീവിക്കണമെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന്. ആഹാ, എന്നിട്ടെന്നാ പറഞ്ഞേ? മനുവിന് ആകാംക്ഷയായി ഇതൊക്കെയൊക്കെ. ഞാൻ ചോദിച്ചു 22 വർഷം മുൻപ് ആഗ്രയിൽ വെച്ച് വേറൊരുത്തൻ്റെ കൂടെ ജീവിച്ചില്ലായിരുന്നോ എന്ന്. ആ ജീവിതം മറക്കണ്ടാന്ന്. മൈ ഗോഡ്, എന്നിട്ട് ആൻറ്റി എന്ത് പറഞ്ഞു എന്ന് മനു അന്നേരം ചോദിക്കാം. പിന്നെ ഒരക്ഷരം പോലും മിണ്ടിയില്ല എന്ന കാര്യം അലീന പറഞ്ഞു. ഞെട്ടിപ്പോയി. അപ്പോൾ അതൊരു 1.5 അടിയായിരുന്നല്ലോ, അത്രയ്ക്കൊക്കെ വേണമായിരുന്നോ എന്ന് മനു ചോദിക്കാം. വേണം എന്ന് അലീന പറയുവാണ്. ഇല്ലെങ്കിലേ തിരിച്ച് കടപ്പാട്ടൂർ ചെല്ലുമ്പോൾ അച്ഛനെ വെല്ലുവിളിക്കുമെന്നുള്ള കാര്യം അലീന പറയുന്നു. അച്ഛനിപ്പോൾ എല്ലാം ഒന്ന് അടക്കി വെച്ച് നടക്കുകയാണെന്നുള്ള കാര്യവും അലീന പറയുന്നു. അച്ഛൻ്റെ നേർക്ക് യുദ്ധത്തിന് ചെന്നാൽ അച്ഛൻ ചിലപ്പോൾ എല്ലാം പൊട്ടിച്ചെന്നിരിക്കുമെന്ന കാര്യവും അലീന പറയുന്നു. അതോടെ തീരും അവരുടെ ജീവിതവും ആ കുടുംബവും എല്ലാം തകർത്ത് തരിപ്പണമായി പോകും. അപ്പം കരുതിക്കൂട്ടി തന്നെ പറഞ്ഞതാണല്ലേ എന്ന് മനു ചോദിച്ചു. അപ്പം അതേന്ന് പറഞ്ഞു. അപ്പോൾ പറയണമെന്ന് വിചാരിച്ച് തന്നെയാണ് കൊല്ലപ്പള്ളിക്ക് ഞാൻ വന്നതെന്ന് അലീന പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ മനുവിനും ആകാം അല്പം. ഇപ്പോൾ മാഡത്തിൻ്റെ മനസ്സിലൊരു പേടി തട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. എനിക്ക് ചില രഹസ്യങ്ങളെല്ലാം അറിയാമെന്നുള്ളൊരു തോന്നൽ, അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം ഉള്ളിൽ കിടന്നോട്ടെ. ഇതുവരെ പറഞ്ഞിട്ടില്ല എങ്കിൽ എപ്പോഴെങ്കിലും പറഞ്ഞേക്കുമെന്നുള്ളൊരു പേടി കൂടി വേണമെന്നുള്ള കാര്യവും അലീന പറയണം. ഞാൻ പോയാലും ഫോണിലൂടെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമല്ലോ. ആ ഒരു പേടിയുണ്ടെങ്കിൽ കുറച്ചടങ്ങിയൊക്കെ നിന്നോളൂ എന്നുള്ള കാര്യങ്ങളും അലീന പറയുവാണ്. പിന്നെ അങ്ങനെ നിന്നില്ലെങ്കിൽ ശരിയാവത്തില്ല എന്നും അലീന മനുവിനോട് പറയുന്നു. അതെന്തായാലും കൊള്ളാം, പക്ഷേ നിന്നോട് എന്തെങ്കിലും ചോദിച്ചാലോ, നീ ഉദ്ദേശിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അപ്പോൾ ഫോൺ വിളിച്ചാണെങ്കിലും ചോദിക്കാമല്ലോ. അങ്ങനെ ചോദിച്ചാൽ നീ എന്ത് ചെയ്യും? അങ്ങനെ ചോദിച്ചാൽ ഉറപ്പായും ഞാൻ പറയും. ആഗ്രയിൽ വെച്ചൊരു പട്ടാളക്കാരൻ്റെ കൂടെ മേഡം ജീവിച്ച ജീവിതം എനിക്ക് ശരിക്കും അറിയാമെന്നുള്ളത്. അത് കേട്ടപ്പോൾ മനു എന്നും പറഞ്ഞിങ്ങനെ അന്തം വിട്ട് നോക്കുക. 23 വർഷം മുൻപ് നെയ്യാറ്റിൻകരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് മേഡം പ്രസവിച്ച പെൺകുഞ്ഞിനെയും അറിയാമെന്നുള്ള കാര്യവും ഞാൻ പറയുമെന്ന് അലീന പറയണം. പിന്നെ എൻ്റെ അടുത്ത് ഒരു അക്ഷരം പോലും മിണ്ടത്തില്ലെന്ന് എനിക്ക് തീർച്ചയാണെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് കൊല്ലപ്പള്ളിയിൽ വെച്ച് എന്നെ പറഞ്ഞിട്ട് പോരായിരുന്നില്ലേ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ കടപ്പാട്ടൂരിട്ട് തിരിച്ചു പോയില്ലെങ്കിലോ, അച്ഛനെല്ലാം അറിഞ്ഞ് കാണുമെന്ന് പേടിച്ചിട്ട് പിന്നെ വന്നില്ലെങ്കിലോ? അതും നീ പറഞ്ഞത് ശരിയാ. ഒന്ന് അടങ്ങി ജീവിച്ചാൽ മതി മനുവേട്ടാ, ഒരു പ്രശ്നവും ഇല്ല. അച്ഛൻ്റെ അടുത്ത് അഹങ്കാരം കാണിക്കാതെ ഭരിക്കാൻ ചെല്ലാതെ ഇരുന്നാൽ മതി. ആൻറ്റിക്ക് മനസ്സിലാക്കാനുള്ളത് നീ കൊടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് നോക്കാം എവിടം വരെ പോകുമെന്ന്. എന്തായാലും നീ അത്രയും ചെയ്ത് നന്നായെന്ന് പറയുന്നു. എനിക്ക് നിന്നെപ്പറ്റി ഓർത്തിട്ടാ പേടിയെന്ന് മനു. എന്നെപ്പറ്റി എന്ത് പേടിക്കാനാണെന്ന് അലീന ചോദിച്ചു. അച്ഛൻ എന്നെ ഒരു സ്ഥലത്തേക്കായിരിക്കും കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പിന്നെ
ഞാൻ ആരുമായിട്ടും ബന്ധം മുറിച്ചിട്ടൊന്നും അല്ലല്ലോ പോകുന്നതെന്നൊക്കെ അലീന ഇങ്ങനെ പറയുവാണ്. എനിക്ക് അച്ഛനുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, അതുപോലെ മനുവേട്ടനും ഉണ്ടല്ലോ എന്ന് അലീന ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ ആരാ? മനുവേട്ടൻ വിചാരിക്കുന്നതിനേക്കാളും വലിയ സ്ഥാനം എൻ്റെ മനസ്സിൽ മനുവേട്ടനുണ്ട് എന്ന് അലീന മനുവിനോട് പറയാം. അത് കേട്ടപ്പോൾ മനു ഇങ്ങനെ അലീനയെ ഒന്ന് നോക്കി. എന്നെ ഇവിടം വരെ എത്തിച്ച ആള്, എന്നെ സംരക്ഷിച്ച് നിലനിർത്തിയ ആള്, അപ്പം കടപ്പാടല്ലേ? അതൊന്നും അല്ല മനുവേട്ട. ഇനിയും മനുവേട്ടന് കെയറിങ് ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ അലീന പറയുന്നു. മനു അന്നേരം ഒന്ന് ചിരിച്ചു. ഞാൻ എവിടെ പോയാലും എത്ര കാലം, എൻ്റെ മരണം വരെയെന്ന് അലീന മനുവിനോട് പറയുമ്പോൾ മനു ഇങ്ങനെ അന്താളിച്ച് നോക്കുവാണ്. അതിനപ്പുറത്തോട്ട് ഒരു ലോകവും ജീവിതവും ഉണ്ടെങ്കിൽ അവിടെയും എന്ന് അലീന മനുവിനോട് പറയുന്നു. അപ്പം നമ്മുടെ മനുവിനൊരു ശ്വാസം വീണു. അങ്ങനെ അവർ പോകുന്നു. മനു അന്നേരം പെട്ടെന്ന് വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒതുക്കി അങ്ങ് നിർത്തി. അപ്പം അലീന ഇങ്ങനെ നോക്കുക കേട്ടോ, എന്തിനാ വണ്ടി നിർത്തിയേ എന്നുള്ളൊരിതിൽ. അപ്പം നമ്മുടെ മനുവിൻ്റെ മുഖത്തൊരു സന്തോഷം അങ്ങ് വിടർന്നു. ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് മനു അന്നേരത്തേന് അലീനയുടെ നേരെ കൈ അങ്ങ് നീട്ടി. ഞാൻ വാക്ക് തരുകയാണെന്ന് മനു അലീനയോട് പറയുക കേട്ടോ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവർ രണ്ടുപേരും കൈ കൊടുക്കാനുണ്ട്. അപ്പം അലീനയ്ക്ക് ഒരു ചിരിയോടുകൂടി ചോദിക്കേണ്ടി വന്നു, മനുവിൻ്റെ പേടിയുണ്ടോ ഞാനെല്ലാം മറന്നു കളയുമെന്ന് അല്ലേ? അപ്പം മനു ഇങ്ങനെ നോക്കുക. ഇല്ലെന്നേ, അങ്ങനെ പേടിയൊന്നും എനിക്കില്ല. നീ പോകുന്നത് എവിടേക്കാണെന്ന് എനിക്കറിയാം. അതുപോലെ നീ അവിടെ സുരക്ഷിതമായിരിക്കുമെന്നും നല്ലൊരു ജീവിതം നിനക്ക് കിട്ടുമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞപ്പം അതെങ്ങനെ അറിയാം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്കിളിനോട് ചോദിച്ചത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് മനു പറയാം. എന്നോട് മനുവേട്ടൻ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ എന്ന് അലീന ചോദിക്കുമ്പോൾ അത് അങ്കിള് തന്നെ പറയുമെന്നും അതാണ് ശരിയെന്നും അലീനയോട് മനു പറയാം. അപ്പോൾ അലീന ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കിയിട്ട് അതങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും നമ്മുടെ മനു വണ്ടിയെടുത്തു, അവർ നേരെ പോണു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അലീന ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും വൈജ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്തൊക്കെയാണോ വൈജയുടെ മനസ്സിലുള്ളതെന്ന് ഇനി വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.